വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. ചില ആളുകൾക്ക് ശക്തമായിരിക്കുന്നതായ ബാധാദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാ വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ, അത് തോന്നണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി അദ്ദേഹം കഴിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ, വീട്ടിൽ മക്കളായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ജോലിക്ക് പോയാൽ അവിടെ നിൽക്കാൻ പറ്റായ്ക, വീട്ടിൽ വന്നാൽ വഴക്കുകൾ, അങ്ങനെ അതേപോലെ തന്നെ ശാരീരികമായിട്ട് തീരെ അവശത വരിക, തലവേദന, ശരീരം വേദന, അല്ലെങ്കിൽ എപ്പോഴും കിടക്കാൻ തോന്നുക, അങ്ങനെയുള്ള പല ദുരിതങ്ങളും തോന്നുമ്പോൾ ഒന്നുകിൽ ഡോക്ടറിനെ കാണിക്കും, അല്ലാത്ത പക്ഷം നേരെ ചെന്നിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, കാര്യങ്ങളൊന്നും പറയില്ല, മുട്ടിറക്കണം എന്ന് പറയും. അപ്പോൾ ഗ്രഹം മുട്ട്, തൊഴിൽ മുട്ട്, വിവാഹമുട്ട്, വാഹനമുട്ട്, അങ്ങനെ പല മുട്ടുകളുണ്ട്. അപ്പം അതിൽ എനിക്കിങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ തീർക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം നാളികേരം മേടിച്ചിട്ട് ഒഴിഞ്ഞടിക്കും. അപ്പോൾ നമ്മൾ നക്ഷത്രം പറയണം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉടച്ചു കഴിഞ്ഞാൽ അവരിതൊക്കെ നോക്കിയിട്ട് ഫലം പറയും ചിലവർ. അതൊന്നുമില്ല. ഫലം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അവർ അന്നത്തെ ചന്ദ്രൻ നിൽക്കണ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചന്ദ്രൻ എവിടെ നിൽക്കുന്നത്, സൂര്യൻ എവിടെ നിൽക്കുന്നത്, ഗുളികൻ എവിടെ നിൽക്കുന്നത്, അങ്ങനെയുള്ളതായ സംഗതികളൊക്കെ നോക്കിയിട്ട് അവർ പറയും. അപ്പം അത് വലിയൊരു ഇതിലല്ല, സാധാരണ ഉള്ളൊരു അത് നമുക്ക് അറിയുള്ളൂ. സാധാരണ ഒരു പ്രശ്നം വെച്ച് ചിന്തിക്കുന്ന പോലെ ആവില്ല. അപ്പം ഇങ്ങനെ പോകുന്ന എന്താന്ന് പറഞ്ഞാൽ, അമ്പലത്തിൽ പോയി, തട്ടകത്താവാം, എവിടത്തെ അമ്പലത്തിലാകാം, അമ്പലത്തിൽ പോയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മുട്ടറുത്ത് അപ്പോൾ അതിൻ്റെ ഫലം പറയും എന്നുള്ളതിലാണ്. അപ്പോൾ ചെറിയ സംഖ്യക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളതിലാണ് ആളുകൾ പോവുക. എന്നാൽ അത് കൃത്യമായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ അവർ മുട്ടടിച്ചാലും ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങളുണ്ട് വെച്ചെങ്കിൽ അത് അടിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാവും, ഈ പോയിട്ടുള്ള ആൾക്കും ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ അതിനൊന്നുള്ള സൗകര്യങ്ങളും കിട്ടില്ല, ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കിയിടും. അപ്പോൾ അങ്ങനെ വിഷമങ്ങളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ ഒരു ജ്യോത്സ്യനെ കണ്ടതിന് ശേഷം എന്നിട്ട് തീരുമാനിക്കുക. ജ്യോത്സ്യനോട് പറയാം, എന്താ ബുദ്ധിമുട്ട്, നമുക്ക് എന്താ അറിയണ്ടേന്നുള്ളത് ആൾ ചോദിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇന്ന മാതിരിയൊക്കെയാണ് അനുഭവിക്കുന്നത്, അപ്പോൾ അതെന്താ ഏതെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ വീട്ടുപേര്, നക്ഷത്രം പേര് ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അത് വാരി വെച്ച് കഴിഞ്ഞാൽ ഇന്നതാണ് അതിൻ്റെ ഫലങ്ങൾ, ഇന്നതാണ് അതിൻ്റെ ദുരിതങ്ങൾ, ഇന്ന മാതിരി നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പൊ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ ദോഷങ്ങളുണ്ട്. അപ്പോൾ ഈശ്വരാധീനില്ല, വ്യാഴം പറഞ്ഞ രാശിയാണ്. അപ്പൊ ആ വ്യാഴം പറഞ്ഞ രാശിക്ക് എന്ത് ചെയ്യണം? ഈശ്വരാധീന്യം ഉണ്ടാകണം. അപ്പൊ അതിലുപരി ആ കുടുംബത്തേക്ക് തന്നെ അനവധി ശത്രുദോഷങ്ങള്, പ്രേത ദുരിതങ്ങള്, ഇതൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവിടെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് അതിന്റെ പരിഹാരങ്ങൾ ചെയ്തു പോവാം. അല്ലെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ അദ്ദേഹം നല്ലൊരു ചാർട്ട് ഉണ്ടാക്കിയിരുന്നു. ആ സമയം വേറെ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്നത് ഏതാണുള്ളത്, എന്താണുള്ളത്, പ്രേതത്തിന്റെ പ്രശ്നമുണ്ടോ, ദുരിതമുണ്ടോ, അല്ലെങ്കിൽ സർപ്പ ദുരിതമുണ്ടോ, അല്ലെങ്കിൽ ധർമ്മദൈവാദികളിലാണോ, മറ്റു മൂർത്തികളിലെ ഏതാ ദുരിതങ്ങള്, അതെന്താണെങ്കിൽ അതിനൊന്ന് നീക്കം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമ്പോൾ കർമ്മിക്ക്. ആ സമയം നമ്മൾ അറിയാതെ ഒരു കർമ്മിയുടെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി, അങ്ങനെ കുറച്ച് വിഷമങ്ങളുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യാൻ പോണത് തന്നെ എന്തെങ്കിലും നാളികെടുത്ത് ഒഴിഞ്ഞടിക്കുക എന്നല്ലാതെ അത് വിട്ടു പോകണമെന്നില്ല. അപ്പം അതിന് അവൻ്റെ വീട്ടിൽ വന്നിട്ട്, ഇപ്പം അദ്ദേഹം ഇപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളോ തൊഴിലൊക്കെ എടുത്തിട്ട് അങ്ങനെ നീങ്ങുന്നതാവും, കടകളുണ്ടാവും, ചിലപ്പോൾ അതൊക്കെ പൂട്ടിയിട്ട് വരാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ നോക്കിയിട്ട് അറിയാൻ കഴിയുക. ആ സമയത്ത് അവിടെ ഒന്നും നോക്കാതെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കൃത്യമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഇത് അറിവുള്ള ആളുകൾക്കൊന്നായിട്ടല്ല പറയണത്, അറിവില്ലാത്ത അല്ലെ കർമ്മ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്കുള്ള ഒരു അറിവാണ് പകർന്നു തരുന്നത്. അപ്പം അങ്ങനെ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനടി അവർക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യലല്ല. അവരുടെ ശരീരത്തിൽ എന്താ ഉള്ളത്, ഇപ്പം എന്താ അവസ്ഥ, ഈശ്വരാധീന്യം ഉണ്ടോ, അല്ലെങ്കിൽ സമയത്തിന്റെ ഏതെങ്കിലും ദുരിതങ്ങളുണ്ടോ, ഏഴരശനിയോ കണ്ടകശനിയോ ഉണ്ടോ, വ്യാഴം 10-ലാണോ 6-ലാണോ 8-ലാണോ, അപ്പം അതിനൊക്കെ
കൃത്യമായിട്ട് ഗണിക്കാനായിട്ട് പറ്റും, കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ പ്രേതദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗുളികൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ ബാധയിൽ ഇതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് അതിനൊരു ചാർട്ട് തയ്യാറാക്കും. ആ ചാർട്ട് തയ്യാറായിട്ട് അതിനനുസരിച്ചുള്ള കർമ്മങ്ങളെ ചെയ്യാം. അപ്പോൾ അതിന് കൃത്യത വരും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ അത് ആയിക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങോട്ട് കർമ്മം ചെയ്തിട്ട് പറഞ്ഞയക്കരുത്. എന്തെങ്കിലും ചെയ്തിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ട് നാളികേരം മേടിച്ച് കാരണം അങ്ങോട്ട് ഒഴിഞ്ഞു അവിടെ കൊണ്ടുപോയി അടിച്ചു, എന്നിട്ട് നമുക്ക് വലിയൊരാളായി പതിരി അങ്ങനെ തോന്നരുത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഫലം ഉണ്ടാവണം. ആ ഫലം ഇല്ലാതെ അദ്ദേഹം അവിടെ ഒഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ അവർ പിന്നാലെ പോരും, അപ്പോൾ ദോഷങ്ങളുണ്ടെങ്കിൽ. അപ്പം അതൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ആവാഹിച്ച് അതിനെ മുട്ടടിക്കുമ്പോഴാണ് എന്താ ദുരിതങ്ങൾ തീരുക. അപ്പം ചിലതിങ്ങനെ അതിൽ ചെയ്ത പോരേണ്ടതാവില്ല. ചിലവർക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യണം, അപ്പോഴേ വിട്ടുമാറുള്ളൂ. അപ്പം ഈ അറിവ് നിങ്ങൾക്ക് സാധാരണ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള ഇറങ്ങുന്ന ആളുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.